യോഗാധ്യക്ഷൻ മണ്ഡലം പ്രസിഡന്റും കൂടിയായ ഇബ്രാഹിം സാഹിബ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും നമ്മുടെ പ്രദേശത്തിനൊക്കെ സുപരിചിതനുമായ ബഷീർ കുഞ്ചത്തൂർ, പാർട്ടിയുടെ ജില്ലാ ട്രഷറർ സെയ്ദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ, പാർട്ടിയുടെ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KP മുഹമ്മദ് സാഹിബ്, ഈ സംഗമത്തെ ധന്യമാക്കിക്കൊണ്ട് കാലികമായ വിഷയത്തിലൂന്നി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ TA മുഹമ്മദ് ബിലാൽ, മുഖ്യപ്രഭാഷണം നടത്തുന്ന പാർട്ടിയുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തേക്ക് സംഭാവന നൽകിയ ശ്രീ അജിത് കുമാർ ആസാദ്, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര പ്രസ്ഥാനങ്ങളിൽപ്പെടുന്ന മതേതരത്വ ചിന്താഗതിക്കാരായ സഹോദരന്മാരെ, ഒരു സുദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള ഒരു കരുത്ത് മുൻകാലങ്ങളെപ്പോലെ നിലവിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് PDPയുടെ പ്രവാസി സംഘടനയായ പീപ്പിൾ കൾച്ചറൽ ഫോറം അഥവാ PCF, UAE നാഷണൽ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി എന്നുള്ള നിലക്ക് നമ്മുടെ മണ്ഡലത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇന്നത്തെ ഈ സംഗമത്തിൽ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി മാത്രം ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയായി മാറപ്പെടുമ്പോൾ, എനിക്ക് മുമ്പ് സ്വാഗത പ്രസംഗത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മഞ്ചേശ്വരത്തിൻ്റെ കരുത്തനായ പാർട്ടിയുടെ സെക്രട്ടറിയും കൂടിയായ MA കളത്തൂർ ചില്ലറ വിഷയങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ 3 പതിറ്റാണ്ട് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് നടമാടാൻ പോകുന്ന, അതല്ലെങ്കിൽ ക്യാൻസറായി പടർന്നു പന്തലിക്കാൻ പോകുന്ന ഫാസിസം എന്ന അർബുദ രോഗത്തെക്കുറിച്ച് അങ്ങ് തെക്കൻ കേരളത്തിൽ നിന്ന് ഒരു മുസ്ലിയാർ പ്രഖ്യാപനം നടത്തിയപ്പോൾ ഇതൊക്കെ കേട്ടുകേൾവിയായി കണ്ട, അതല്ലെങ്കിൽ ചരിത്രത്തിൽ മുൻകാലങ്ങളിൽ കേട്ടിട്ടില്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ 2 വോട്ടിന് വേണ്ടി ഇവിടുത്തെ സംഘപരിവാറിന്റെ കയ്യടിക്ക് വേണ്ടി ഭീകരവാദിയും തീവ്രവാദിയുമായി ചാപ്പ കുത്തിക്കൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ആ സാഹചര്യം അന്നു തന്നെ അബ്ദുൽ നാസർ മഅ്ദനി കൃത്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട കേരള സമൂഹത്തോട് കൃത്യമായി പറഞ്ഞ ഒരു വിഷയമുണ്ട്. RSS സംഘപരിവാർ നടപ്പിലാക്കാൻ പോകുന്ന ഇവിടുത്തെ ഉദ്യോഗ തലത്തിലെ, പോലീസ് സേനയില്, ജുഡീഷ്യറിയില്, മറ്റ് എല്ലാ സംവിധാനങ്ങളിലും RSS മസ്തിഷ്കമുള്ള നേതാക്കളെ, അതല്ലെങ്കിൽ അവർ ഉദ്യോഗാർത്ഥികളെ തിരുമ്പിക്കയറ്റിക്കൊണ്ട് അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് RSS ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ വരും കാലങ്ങളിൽ നടത്താൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് അബ്ദുൽ നാസർ മഅ്ദനി കേരളത്തിലെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ തീവ്രവാദിയാക്കാനാണ് നമ്മളൊക്കെ ശ്രമം നടത്തിയത്. ഇവിടുത്തെ മതേതരവാദികളൊക്കെ അന്ന് ശ്രമം നടത്തിയത് അദ്ദേഹത്തെ ഭീകരവാദിയാക്കി, എന്തോ വലിയ ഒരു അപരാധം ചെയ്ത രീതിയിൽ ഒരു ജീവിയാക്കി മാറ്റി നിർത്തപ്പെടാനാണ് ഇവിടുത്തെ മതേതര മുന്നണികളൊക്കെ ശ്രമം നടത്തിയത്. പിൻകാലത്ത് ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ വിരമിക്കപ്പെട്ട ഒട്ടുമിക്ക പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരും DGP മാരൊക്കെ ഏത്
ആലയിലേക്കാണ് അതല്ലെങ്കിൽ ഏത് കൂടാരത്തിലേക്കാണ് അവസാനമായി ചെന്നെത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ടറിയാം. അതുമാത്രം പോലീസ് സേനയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഇവിടുത്തെ ജുഡീഷ്യറിയെ പരിശോധിച്ച് നോക്കിയാൽ കോടതികളിൽ നിന്ന്, സുപ്രീം കോടതിയിൽ നിന്ന്, ഹൈക്കോടതിയിൽ നിന്ന്, സെഷൻസ് കോടതിയിൽ നിന്ന്, ജില്ലാ കോടതിയിൽ നിന്ന് ഒക്കെ വിരമിക്കുന്ന ജഡ്ജിമാർ അവസാനം ചെന്നെത്തുന്നത് ഈ RSS സംഘപരിവാറിന്റെ ആലയിലേക്കാണ് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രാജ്യത്ത് നടക്കാനിരിക്കുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ചും ഇവിടുത്തെ സംഘപരിവാർ ഫാസിസത്തിന്റെ അഴിഞ്ഞാട്ടങ്ങളെ കുറിച്ച് കൃത്യമായി 3 പതിറ്റാണ്ട് കാലങ്ങൾക്ക് മുമ്പ് നമ്മളോട് വിവരിക്കപ്പെട്ടു എങ്കിലേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, PDPയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമുക്കൊരു പുത്തരിയായി തോന്നാറില്ല. നമ്മൾ അതിനെ വലിയ ഒരു പുത്തരിയാക്കി കാണാറുമില്ല. കാരണം നമുക്കൊക്കെ ഇത് പണ്ട് തന്നെ പറഞ്ഞു പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പം ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന, അതല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന, അതല്ലെങ്കിൽ വസ്ത്രത്തിന്റെ പേരിൽ നടക്കുന്ന, അതല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ പേരിൽ നടക്കുന്ന, അതല്ലെങ്കിൽ തൊപ്പിയുടെ പേരിൽ നടക്കുന്ന, അതല്ലെങ്കിൽ ദാടിയുടെ പേരിൽ നടക്കുന്ന, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിനെ കുറിച്ച് പറഞ്ഞ്, അതല്ലെങ്കിൽ ശ്രീരാമനെ വിളിക്കുകയാണെങ്കിൽ മാത്രം നിനക്ക് ഭക്ഷണം തരും എന്ന് മാത്രം പ്രഖ്യാപിക്കുന്ന ഈ പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ കേട്ടതാണ് അബ്ദുൽ നാസർ മഅ്ദനിയിൽ നിന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്ക് ശേഷം ഒരുപാട് നേതാക്കളൊക്കെ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഈ സംഗമത്തിന് എല്ലാവിധ PCFന്റെ ആശംസകളും അറിയിച്ചുകൊണ്ട് വിരാമം കുറിക്കുന്നു. ജയ് PDP, ജയ് മർദിത ഐക്യം.